ഓക്കെ, സ്റ്റാർട്ടിങ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫാക്ടോറിയൽ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടോറിയൽ കാണാമെന്ന് വെച്ചാൽ 4 ഫാക്ടോ, ഇതെന്ത് വായിക്കുക, 4 ഫാക്ടോറിയൽ. 4ൻ്റെ ഫാക്ടോറിയൽ കാണാൻ പറഞ്ഞാൽ 4 × 3 × 2 × 1. 5 ഫാക്ടോറിയലോ 5ൽ തുടങ്ങുക, 4 3 2 1. 6 ഫാക്ടോറിയലോ 6ൽ സ്റ്റാർട്ട് ചെയ്യുക, 6ന് ശേഷമുള്ള എല്ലാ നമ്പറും ഇവിടെ ഇങ്ങനെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആൻസർ ഇവിടെ എഴുതാം. പെർമ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. പെർമ്യൂട്ടേഷനിൽ വരുന്നത് ഇങ്ങനെയാണ് പെർമ്യൂട്ടേഷൻ എഴുതുക. എന്താ എഴുതാന്നൊക്കെ പറഞ്ഞുതരും. NPR എന്ന് എഴുതുക. സി, ഇവിടെ N 7ഉം PR 2 ആണെങ്കിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു വെച്ചാൽ ഈ 7 ഇവിടെ എഴുതുക. 2 അല്ലേ, 2 എണ്ണം. അപ്പോൾ 7ഉം 6ഉം, 7ന് ശേഷം ഒരു നമ്പർ എടുക്കുക. ഇപ്പോൾ 2 എണ്ണമായില്ലേ. 7P3 എന്നാണെങ്കിൽ 7 ആണ്. അപ്പോൾ 7 എഴുതുക, ഇവിടെ 3 ആണ്. അപ്പോൾ 7 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ. ഇപ്പോൾ 3 ആയില്ലേ. 1 2 3 ഇൻറ്റു ചെയ്യുക, ഇവിടെ എഴുതാം. 7P4 ആണെങ്കിൽ 7 ഇവിടെ എഴുതുക, ഇവിടെ 4 അല്ലേ. അപ്പോൾ 7ന് ശേഷം 4 എണ്ണമാണ്. 7ഉം 6ഉം 5ഉം 4ഉം, 7 അടക്കം 4 എണ്ണം. ഇനി 6P2 എന്നാണെങ്കിലോ 6 ഇവിടെ എഴുതുക, 2 ആവേണ്ടത്. അപ്പോൾ 6ഉം വേണം 5ഉം വേണം. 6P4ഓ 6 എഴുതുക, 4 വേണം. അപ്പോൾ 6 വേണം, 5 വേണം, 4 വേണം, 3 വേണം. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇതിന് ശേഷമുള്ള എടുക്കുക. സോ ഇങ്ങനെയാണ് ഈ സാധനം കണ്ടുപിടിക്കുക. കൂടാണ്ട് 7P7 ആണെങ്കിൽ, അതായത് ഈടി ഒരേ നമ്പർ ആണെങ്കിൽ മേലത്തെ നമ്പറിൻ്റെ ഫാക്ടോറിയൽ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 7 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ എങ്ങനെ കാണാം? 7 × 6 × 5 × 4 × 3 × 2 × 1. ഇനി 6P6 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 6 ഫാക്ടോറിയൽ. ഇനി 5P5 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 5 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ഇവിടെ താഴെ 0 വരുന്നെങ്കിൽ അതിൻ്റെ ആൻസർ 1 ആയിരിക്കും. 6P0ൻ്റെ ആൻസർ 1, 7P0ൻ്റെ ആൻസർ 1, 5P0ൻ്റെ ആൻസർ 1. ഓക്കെ, ഇത് ഞാൻ ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നോക്ക്, രാജേഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. രാജേഷ് എന്ന് പറയുന്ന ഒരു പേരാണ്. ഈ പേരിൽ കുറേ വേർഡ്സ് ഉണ്ട് അല്ലേ. 1 2 3 4 5 6 വേർഡ്സ് ഉണ്ട്. ഈ 6 വേർഡ് ഉപയോഗിച്ചിട്ട് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും? ഈ 6 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, ലെറ്ററാണ്, എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ അങ്ങനെ നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ ടോട്ടൽ 1 2 3 4 5 6. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതാം. എന്നിൻ്റെ സ്ഥലത്ത് 6 എന്ന് എഴുതാം, P എന്ന് എഴുതാം. ഇനി നമുക്ക് 6 വേണം. എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചാൽ വേറെ ഒന്നും പറയുന്നില്ല. സോ ഇവിടെ നിങ്ങൾ 6P6 എന്ന് തന്നെ എടുക്കാം. അടുത്തത് രാജേഷ് എന്നുള്ള വേർഡിൽ നിന്ന് നിങ്ങൾക്ക് 4 ലെറ്ററുള്ള എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചതെന്ന് വെച്ചോ. രാജേഷ് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് 4 ലെറ്ററുള്ള എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എങ്കിൽ 6 എന്താവും? 4 ആവും. നിങ്ങളോട് ചോദിക്കുന്നത് രാജേഷ് എന്ന് പറയുന്ന ലെറ്ററിൽ 3 ലെറ്ററുള്ള എത്ര വേർഡ് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ 6 എന്താവും? 3 ആവും. അപ്പോൾ എന്തെഴുതും? 6P3 എന്ന് എഴുതും. ഓക്കെ, ഇനി 4 ലെറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തെഴുതും? 6P4 എന്ന് എഴുതും. അപ്പോൾ മുകളിലെടുക്കുന്നത് ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നോ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ 6 വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി പെർമ്യൂട്ടേഷനിലോട്ട് വരുമ്പം ഇപ്പം ചിലതിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് വെക്കും. റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത് രാജേഷ് എന്ന് പറയുന്ന വേർഡ്സിൽ എയിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായി? എ ആയി. അപ്പം അവിടെ ഒരു റെസ്ട്രിക്ഷൻ വന്നു, എയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ, ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. അവിടെ എന്ത് വെച്ചിട്ടുണ്ട്? കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് 5 6 7 8 ഈ നമ്പർ നിങ്ങളോട് പറയുന്നത്, ഇതിൽ 7000 എബോവ് ഉള്ള എത്ര 4 ഡിജിറ്റ് നമ്പർ നിങ്ങളടുത്ത് ചോദിക്കുന്നത്? 7000 എബോവ്. 7000 എബോവ് എന്ന് പറയുമ്പം ആദ്യത്തെ ലെറ്റർ 7ഓ അല്ലെങ്കിൽ 8ഓ ആവാം അല്ലേ. 7000 കൂടുതൽ എന്ന് പറയുമ്പോൾ ഒന്നിക്ക് 7 അല്ല 8 ആവാം. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ വന്നു. ഒന്നിക്ക് ഫസ്റ്റത്തെ ഡിജിറ്റ് 7 ആവാം, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഡിജിറ്റ് 8 ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ വരുന്ന കേസസും ഉണ്ട്. നോർമലി അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും പറയാത്ത ഇതേപോലെ നമ്മളെ രാജേഷിൻ്റെ പോലത്തെ കണക്കും ഉണ്ടാവും. ഓക്കെ, സോ കണക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കണം. നമുക്കിനി പ്രോബ്ലത്തിൽ ഇതുപോലെ നോക്കിക്കോളാം. പെർമ്യൂട്ടേഷനിൽ പോകുന്നതിനേക്കാളും മുന്നേ 3 പേരെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ചോദിച്ചാൽ നിങ്ങൾ ആൻസർ 3P3. 2 പേരെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ചോദിച്ചാൽ 2 എണ്ണത്തിനല്ല 2 പേരെ വോട്ടെവർ ഇറ്റ് ഈസ്. 2 എണ്ണത്തിന് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു മാത്രം ചോദിച്ചാൽ 2P2. 2P2ൻ്റെ ആൻസർ 2 ആണ്. 2 ഫാക്ടോറിയലാണ് കിട്ടുക 2. സോ 2 പേര് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2 രീതിയിൽ. 2 പേരുണ്ടെന്ന് വെച്ചാൽ എയും ബിയും.
ഒന്നുകിൽ എയും ബിയും ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ബിയും എയും അല്ലേ. അപ്പോൾ 2 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 രീതിയിൽ. സോ 2p2 3 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 3 ഫാക്ടോറിയലാണ് വരിക. 3p3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 6 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. 3 പേരുണ്ട്, എയും ബിയും സിയും. ആദ്യം എ ഇവിടെ, ബി ഇവിടെ, സി ഇവിടെ. പിന്നെയോ ബി ഇവിടെ, എ ഇവിടെ, സി ഇവിടെ, സി. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാം എഴുതിയാൽ നമുക്ക് 6 രീതിയിൽ ഈ 3 പേരെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എണ്ണത്തിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 3p3. 2 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 2p2. ഇപ്പോൾ അങ്ങോട്ട് നമ്മൾ 2 പേപ്പർ ഒരുമിച്ച് വെക്കുന്നതെന്നുള്ളതുണ്ട്. മാത്സ്, ഹിന്ദി എന്നൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 2 എണ്ണത്തിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ 2p2. പിന്നെ നമ്മളൊരു 3 സിസ്റ്റേഴ്സിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുക. അപ്പോൾ 3p3. സോ അതും നിങ്ങൾ അവിടെ ഓർമ്മിച്ച് ചെയ്യണം. ഓക്കെ. സോ ആ സാധനം ഇതും കൂടെ നമ്മൾ കണക്കിലോട്ട് പോകും മുമ്പേ ഓർമ്മിക്കാം. ഇനി ഇത് ഞാൻ കുറച്ച് ഇതിൽ കവർ ചെയ്തിട്ടുള്ളൂ. എക്സാം അടുത്തെന്ന് എനിക്കറിയാം. ഇനി ഫുള്ളായിട്ട് വേണമെങ്കിൽ കമൻറ്റ് നോക്കിയിട്ട് ഞാൻ ചെയ്യാം. ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല പരീക്ഷ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് ആരെങ്കിലും ഇരുന്ന് കാണുമോ. ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ബട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഇപ്പോൾ ടൈം കിട്ടുന്നില്ല. ഞാൻ രാത്രി ആയിരിക്കും നെക്സ്റ്റ് എടുക്കുക അതിൻ്റെ ബാക്കി വീഡിയോ. അപ്പോൾ യൂസ് ആണോ ഇല്ലയോ എന്ന് അറിയില്ല. ഇത് ഞാനിപ്പോൾ അപ്ലോഡിങ്ങിന് ഇടുന്നുണ്ട്. എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് എനിക്കറിയില്ല. സോ എൻ്റെ ബാക്കി പോർഷൻസ് വേണമെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ലെറ്റർ ഓഫ് ദ വേർഡ് രാജേഷ്? രാജേഷിന് എത്ര? വേറെ ഒന്നും കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ രാജേഷിനെ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6. എന്നിൻ്റെ സ്ഥാനത്ത് രാജേഷിൽ 6 എഴുതുക. പി വേറെ എത്ര വേർഡാണ് എടുക്കുന്നതെന്നൊന്നും പറയുന്നില്ല. ഇവിടെ 4 ലെറ്ററുള്ള വേർഡാണെങ്കിൽ ഇവിടെ 4 വരും. ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് ഇവിടെ 6p6 വരും. 6p6ൻ്റെ ആൻസർ 6 ഫാക്ടോറിയലാണ്. 6 ഫാക്ടോറിയൽ ഇതാണ് 6 ഫാക്ടോറിയൽ. സോ ആൻസർ 120 അല്ല 720 കിട്ടും. ഓക്കെ. അടുത്ത് നോക്കിക്കോ. ഹൗ മെനി 4 ഡിജിറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ് 4 ഡിജിറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഡിജിറ്റ്സ് 3ഉം 4ഉം 5ഉം 6ഉം 7ഉം. 3ഉം 4ഉം 5ഉം 6ഉം 7ഉം. ഇതുപയോഗിച്ചിട്ട് എത്ര 4 ഡിജിറ്റുള്ള വേർഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അപ്പോൾ n കാണുക. 1 2 3 4 5. n = 5. r എത്രയാണ്? 4. അപ്പോൾ എന്താ എഴുതുക? 5p4. ഇതിൻ്റെ ആൻസർ എന്താ? 5 × 4 × 3 × 2. 1 2 3 4. ഓക്കെ. അടുത്തത് ആ റെസ്ട്രിക്ഷൻ വരുന്ന പ്രോബ്ലം ആണ്. ഹൗ മെനി വേർഡ്സ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് ദ ലെറ്റർ ഓഫ് ദ വേർഡ് ട്രയാങ്കിൾ വിച്ച് ബിഗിൻ വിത്ത് ലെറ്റർ ടി? ട്രയാങ്കിൾ എന്ന് പറയുന്ന വേർഡ് ഇതിൽ ആദ്യത്തെ ലെറ്റർ ടി ആവുന്ന എത്ര വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവിടെ റെസ്ട്രിക്ഷൻ വന്നു ഫസ്റ്റ് ലെറ്റർ ടി. ഫസ്റ്റ് ലെറ്റർ ടി ആവാനുള്ളത് എത്ര വേലാണ്? 1 വേ. ഒറ്റ ടി അല്ലേ ഉള്ളൂ. സോ ഫസ്റ്റ് ലെറ്റർ നമുക്ക് ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ. ഇവിടെ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ നമ്പർ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യും? ഇവിടെ ടി, പിന്നെ ടി തിരിച്ചിട്ടിട്ട് വേണ്ടെങ്കിൽ എഴുതാം. മീൻസ് ഇവിടെ ടി മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാടോ? 1 മാത്രം. ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിങ്ങളെ നിൽക്കാവൂ എന്നാന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നിങ്ങൾ തന്നെ നിൽക്കണം. നിങ്ങൾക്ക് എത്ര രീതിയിൽ ഇവിടെ നിൽക്കാൻ പറ്റും? ഒറ്റ രീതിയിലല്ലേ. നിങ്ങൾക്കിവിടെ മാത്രമേ നിൽക്കാൻ പറ്റൂ. നിങ്ങളായിരിക്കണം ഫസ്റ്റ് പ്ലേസിൽ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. സോ ഇവിടെ നിങ്ങൾക്ക് എത്ര രീതിയിൽ നിൽക്കാൻ പറ്റുമോ? ഒറ്റ രീതിയിൽ. കാരണം നിങ്ങൾക്ക് വേറെ എവിടെയും നിൽക്കാൻ പറ്റില്ല, ഇവിടെ മാത്രം. സോ ടി എന്ന് പറയുന്ന ലെറ്റർ ഫസ്റ്റ് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. നമുക്ക് 1 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി വേർഡ്സ് എത്രയുണ്ട് നോക്കണം. 1 2 3 4 5 6 7. ഈ 7 വേർഡ്സ് നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യും? ഇവിടെ എത്ര ലെറ്റർ വേർഡ്സോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ 7, ബാക്കി വരുന്ന 7 എണ്ണം നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 7p7 രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി കിട്ടി. അതിൻ്റെ കൂടെ 7p7 ഇൻറ്റു ചെയ്യണം. സോ 1 × 7p7 എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ. അപ്പോൾ 7 ഫാക്ടോറിയൽ കാണുക. 1 × 7 ഫാക്ടോറിയൽ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 720 × 7 വരും. അപ്പോൾ 5040 ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ. സോ ആദ്യം ഈ പൊസിഷൻ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും നോക്കുക. ഒറ്റൊരു രീതിയിൽ. കാരണം ടീക്ക് എവിടെയേ നിൽക്കാൻ പറ്റൂ? ഒന്നാമത്തെ സ്ഥലത്ത് മാത്രം. ബാക്കി വരുന്ന 7 എണ്ണത്തിനെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 7 രീതിയിൽ. കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല എത്ര ഡിജിറ്റൽ എത്ര ലെറ്ററുള്ള വേർഡ് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ 7p4. സോ ഇങ്ങനെ വരും ആൻസർ. അടുത്തത്
ഇക്വേഷൻ എന്ന് പറയുന്ന വേർഡിൽ 5 ലെറ്റർ ഒരു പ്രാവശ്യം എടുത്താൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക, ഇതൊന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തോളൂ. സോ ഇക്വേഷൻ എന്ന് പറയുന്ന വേർഡിന് 5 വേർഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇക്വേഷനിൽ എത്രയുണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ N 8, 6 5. അപ്പോൾ എത്ര രീതിയിൽ? NP5. സോ NP5 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് 67 20 കിട്ടും. 5 അപ്പോൾ 8ന് ശേഷം 8 7 6 5 4 വരെ 8 × 5 7 × 4 × 5. ഓക്കെ, ഇനി അടുത്തത് ഹൗ മെനി ഓഫ് ദീസ് വിൽ കണ്ടെയ്ൻ ലെറ്റർ എ. ഹൗ മെനി ഓഫ് ദീസ് വിൽ കണ്ടെയ്ൻ ലെറ്റർ എ. ഇതിൽ എത്ര എണ്ണത്തിൽ ലെറ്റർ എ ഉണ്ടാവുന്ന നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് മുഴുവനായിട്ടുള്ള സാധനമാണ് അല്ലേ. ഇത് മൊത്തത്തിൽ ഇത്ര ഉണ്ടാവും. ഇതിൽ എത്ര എണ്ണത്തിൽ എ ഉണ്ടാവുന്ന ചോദിക്കുന്നത് അല്ലേ. ഇതിൽ എത്ര എണ്ണത്തിൽ എ ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ വരുവേ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അലഹബാദിൻ്റെ കണക്ക് അത് ഈ പാഠത്തിലുള്ളതാണ്. സോ ഇവിടെ ശ്രദ്ധിച്ചോളെ. ആദ്യം എ എത്ര ഉണ്ടോയെന്നുള്ളതിന് എ ഇല്ലാത്തത് എടുക്കുക. ഓക്കെ, എ കിട്ടാത്തത് എടുക്കുക. ദാറ്റ് ഈസ് വിത്തൗട്ട് വേർഡ് എ കണ്ടുപിടിക്കാം. ഓക്കെ, വിത്തൗട്ട് വേർഡ് എ എന്ന് പറഞ്ഞാൽ എയുടെ ഒന്നാണുള്ളത്. അപ്പോൾ എനെ അങ്ങോട്ട് ഒഴിവാക്കുക. 1 2 3 4 5 6 7. ഇപ്പം N എത്രയായി? 7. ഇതിൽ മാറ്റമുണ്ടോ? ഇല്ല. ബട്ട് എ പോയി എന്ന് മാത്രം. എ പോയപ്പോൾ N 7ആയി. 6 5. അപ്പോൾ 7P5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ 25 20 കിട്ടും. എ ഉള്ളത് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ഓഫ് ദിസ് കണ്ടെയ്ൻ ലെറ്റർ എ. അപ്പോൾ ഇത് മൊത്തത്തിൽ 67 20. അതിൽ എ ഇല്ലാത്തത് ഇത്ര. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ എ ഉള്ളത് കിട്ടൂലേ. അപ്പോൾ എ ഉള്ളത് കണ്ടുപിടിക്കാൻ 67 20 25 20 മൈനസ് ചെയ്യുക. വൈ? ഇത് മുഴുവൻ വേർഡ്സും ഉള്ളത് 67 20. എ ഇല്ലാത്തത് 25 20. അപ്പോൾ എ ഉള്ളത് എത്രയായിരിക്കും? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. മോഡൽ നോക്കുക. മോഡലിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ വീതം അവിടെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഹൗ മെനി വിൽ നോട്ട് കണ്ടെയ്ൻ ലെറ്റർ ഇ. ലെറ്റർ ഇ. ഓക്കെ, അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എ ഉള്ളതാ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി വിൽ നോട്ട് കണ്ടെയ്ൻ ലെറ്റർ ഇ. ലെറ്റർ ഇ ഇല്ലാത്തത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ എഴുതുക വിത്തൗട്ട് ഇ ആണ്. ഇവിടെ മൈനസ് ഒക്കെ ചെയ്ത് എഴുതിയേക്കണേ മക്കളെ. കുറച്ച് ഫാസ്റ്റിൽ പോകുന്നുണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഓർ നോട്ട്. വിത്തൗട്ട് ഇ ആണെങ്കിൽ ഈനെ ഒഴിവാക്കിയിട്ട് N എടുക്കുക. 1 2 3 4 5 6 7. സോ N 7. എത്ര രീതിയിൽ എത്ര എണ്ണം എടുക്കുന്നുണ്ട്? 5. അപ്പോൾ 7P5 ആയിരിക്കും ആൻസർ. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ 25 20 കിട്ടും. ഓക്കെ, നേരത്തെ വിത്ത് എ ആ ചോദിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തത്. ഇപ്പോൾ വിത്തൗട്ട് ഇ ആ ചോദിച്ചത്, അപ്പോൾ ഇത് എഴുതണം. ഓക്കെ, മോഡൽ നോക്കുക, പഠിച്ചു വെക്കുക. അടുത്തത് Indicate how many 4-digit number greater than 7,000 can be formed from the digit 3 5 6 8 9. 3 5 6 ഇല്ലല്ലോ, 3 5 7 8 9. ഇതിൽ എത്ര 4-digit നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? N 2 5 6 4. അപ്പോൾ നിങ്ങളുടെ ആൻസർ 5P4 എന്നായിരുന്നു. ബട്ട് ഇവിടെ അങ്ങനെയല്ല ചോദിച്ചത്. ഇവിടെ ഇങ്ങനെയല്ല ചോദിച്ചത്. ഇവിടെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് 7000-ൽ കൂടുതലായിരിക്കണം. റെസ്ട്രിക്ഷൻ വെച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു വേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം 4 ഡിജിറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്, 4 ഡിജിറ്റ്, ഇങ്ങനെ 4 ഡിജിറ്റ് ഉണ്ടാവും. 7000-ൽ കൂടണമെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റിൽ ഒന്നിക്ക് 7 വരണം, അല്ലെങ്കിൽ ഇവിടെയുള്ളതിൽ 8 വരണം, അല്ലെങ്കിൽ ഇവിടെയുള്ളതിൽ 9 വരണം. എന്നാലേ 7000-ൽ കൂടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് നിങ്ങൾക്ക് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 1 2 3. ഒന്നിക്ക് 7 നിൽക്കണം ഫസ്റ്റ് സ്ഥലത്ത്, അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 9 ഇവിടെ ഉണ്ടായിരിക്കണം. 3 എണ്ണൊന്നും എഴുതരുത്. ഇവിടെ 7 നിൽക്കുന്നതെങ്കിൽ 7000-ൽ കൂടുതലായിരിക്കും, ഇവിടെ 8 നിൽക്കുന്നുണ്ടെങ്കിൽ 8000-ൽ കൂടുതലായിരിക്കും, ഇവിടെ 9 നിൽക്കുന്നുണ്ടെങ്കിൽ 7000-ൽ കൂടുതൽ. അപ്പോൾ ഇത് ഈ ഒരു പൊസിഷൻ, ഈ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 3 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഒന്നിക്ക് 7, അല്ലെങ്കിൽ 8, അല്ലെങ്കിൽ 9. ഓക്കെ ഇൻറ്റു. ഇനി ബാക്കി വരുന്ന പൊസിഷൻസ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എത്ര പൊസിഷൻ ഉണ്ട്? 1 2 3. അപ്പോൾ ഈ 4 ഡിജിറ്റ് എന്നുള്ളത് 3 ഡിജിറ്റായിട്ട് ചുരുങ്ങിയോ? ഒരു ഡിജിറ്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് ഇവിടെ എടുത്ത്. അപ്പോൾ ഇനി എത്രയുണ്ട്? 3. ഇനി N എത്ര എടുക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
എന്നെ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കും. ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ 7 എടുത്തെങ്കിൽ 1 2 3 4 5 ഇവിടെ 5 ഉണ്ടോ? ഇല്ല. 7 ഓൾറെഡി ഫസ്റ്റ് പൊസിഷനിൽ പോയി. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ട്? 4. ഇനി പോട്ടെ, ഇവിടെ 8 എടുത്തെങ്കിലോ? 8 പോയി. ബാക്കി എത്രയുണ്ട്? എന്നിൽ 1 2 3 4 n 4. ഇവിടെ 9 എടുത്തെങ്കിലോ? 9 പോയി. 9 ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഫില്ല് ചെയ്തു. പിന്നെയോ ബാക്കി എത്രയുണ്ട്? 4. ഓക്കെ. സോ ഇങ്ങനെ എടുക്കുമ്പം എന്നിൽ അടുത്ത കേസിൽ n വരുമ്പം 4 എടുക്കണം. അധിക കുട്ടികളും തെറ്റിക്കുന്ന ഒരു സാധനം ഇടാം. സോ അപ്പോൾ ഇവിടെ 4p എത്ര ഡിജിറ്റ്സ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? 3. ഇതാണ് നമ്മൾ ആൻസർ. 4p3 കാണുക, എന്നിട്ട് 3 ഇൻറ്റു ചെയ്ത് കൊടുക്കുക. ഇവിടെ 3 ഇൻറ്റു 4p3 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 വരിക. സോ ഇതെല്ലാം കൂടെ ചെയ്യുക, നിങ്ങൾ ആൻസർ ഇവിടെ എഴുതുക. ഓക്കെ. ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. 7000 കൂടുന്ന് പറയുമ്പോൾ 3 രീതിയിൽ ഫസ്റ്റ് പ്ലേസ് അറേഞ്ച് ചെയ്യും. ഒന്നിക്ക് 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9. അപ്പം 3 ഇൻറ്റു അടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ അടുത്തതിന് 3 ഡിജിറ്റായി ചുരുങ്ങി. അപ്പോൾ 3 6 3 ആയി. എന്നിൻ്റെ കേസ് വരുമ്പം n 1 2 3 4 മൊത്തത്തിൽ 5 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഡിജിറ്റിൽ 7 പോയെങ്കിൽ അടുത്ത എത്രയുണ്ട്? 4. ഇപ്പോട്ടെ, ഒന്നിൽ 8 എടുത്തെങ്കിലും ഇവിടെ 8 എടുത്തെങ്കിലും അടുത്തതിൽ എത്രയുണ്ട്? 4. സോ n 4 ആയിട്ട് എടുക്കണം. സോ ഇവിടെ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ 72. How many even numbers of 3 digit can be formed using the digit 1 2 3 4 5 6 7? No digit being used more than once in each number. ഇവിടെ 1 2 3 4 5 6 7 ഇത്ര വരെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 എണ്ണം. എന്നെ 7 തന്നിട്ടുണ്ട്. ഇപ്പം 7 3 ഡിജിറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ 6 3. എന്താ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഇവൺ നമ്പേഴ്സ് ആയിരിക്കണം. ഹൗ മെനി ഇവൺ നമ്പേഴ്സ് ഓഫ് 3 ഡിജിറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കണ്ടീഷൻ ഇവിടെ ഇവൺ നമ്പർ ആയിരിക്കണം. നോ ഡിജിറ്റ് ബീങ് യൂസ് മോർ ദാൻ വൺസ് ഇൻ ഈച്ച് നമ്പർ. ഓക്കെ. സി ഇവൺ നമ്പർ അതായത് 3 ഡിജിറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്. അപ്പോൾ ഇവിടെ ഇവൺ നമ്പർ ഇരട്ട സംഖ്യകളല്ലേ ഇവൺ നമ്പർ. അപ്പോൾ ഇവൺ നമ്പർ ആണെങ്കിൽ ഇവിടെ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 3 രീതിയിൽ. സോ 3 ഇൻറ്റു. അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നിക്ക് 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6. അപ്പോൾ 2 4 6 ക്ലിയർ. 3 ആയി. ഇവിടെ 3 വേസിൽ ഫില്ല് ചെയ്തു. ഇനി അടുത്തത് എത്ര പൊസിഷൻ ഫില്ല് ചെയ്യാനുണ്ട്? 2. അപ്പോൾ 6 എത്രയായി? 6 3 എന്നുള്ളത് 2 ആയി മാറി. ഇനി n എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ n എത്രയുണ്ട്? ഇപ്പോൾ ചെയ്ത് സെയിം മോഡൽ റൈറ്റ്. ഇപ്പോൾ ഇടാം 2 എടുക്കുന്നതെങ്കിൽ 2 പോകും. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 1 2 3 4 5 6. സോ n 6. ഇനി പോട്ടെ, ഇവിടെ 4 എടുക്കുന്നതെങ്കിലോ 1 2 3 4 5 6 6. സോ n എത്ര? 6. എത്ര? 6 എത്ര? 2. അപ്പോൾ ഇവിടെ എന്ത് വരും? 6p2. അപ്പോൾ 6p2 കാണാം. 3 ഇൻറ്റു ചെയ്യാം. 3p1 നോക്കണ്ട. 3p1 3 ആണ്. 3p1 3 ആണ്. ഇതിവിടെ എഴുതിയില്ല എന്ന് തോന്നുന്നു അല്ലേ? 7p1 ആൻസർ 7. ഓക്കെ. സോ ഇത് ചെയ്യുക, ആൻസർ കണ്ടു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. 6 ഡിജിറ്റുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 5 6 7 8 9 ഉപയോഗിച്ചിട്ട് 6 ഡിജിറ്റുള്ള എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റും? അപ്പം 4 5 6 7 8 9 യൂസ് ചെയ്തിട്ട് 6 ഡിജിറ്റുള്ള എത്ര നമ്പർ? അപ്പോൾ 6 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 6. എന്നോ 1 2 3 4 5 6 n 6. അപ്പം 6p6. 6 ഫാക്ടോറിയൽ വരും. ദാറ്റ് ഈസ് 720. ഈസിയാണ്, വേറെ ഒന്നുമില്ല. അടുത്തത് ഹൗ മെനി ഓഫ് ദം ആർ നോട്ട് ഡിവിസിബിൾ ബൈ 5. ഈ 720 നമ്പേഴ്സ് കിട്ടി. ഇതിൽ എത്ര എണ്ണം 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതാണ്? 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ ഒന്നിക്കൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 9850. ഇവിടെ ലാസ്റ്റ് 0 ആണെങ്കിൽ ഇത് 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റും. 7975 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ ഇത് 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പം ഒന്നിക്കൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ഇത് എന്തിനെ കൊണ്ട് ഹരിക്കാൻ പറ്റും? 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഹിയർ 0 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഇല്ല. സോ 5. അപ്പം നമുക്കിപ്പോൾ 6 ഡിജിറ്റുള്ള നമ്പറാണ്. അപ്പോൾ ഈ 6ാമത്തെ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ ഈ നമ്പർ 5നെ കൊണ്ട് ഹരിക്കാൻ പറ്റും. ആദ്യം നമുക്ക് എത്ര നമ്പർ ഡിവിസിബിൾ ബൈ 5 ആണെന്ന് നോക്കാം.
5നെ കൊണ്ട് എത്ര എണ്ണം ഹരിക്കാൻ പറ്റും നോക്കുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റിൽ എത്ര രീതിയിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം? ഒരു രീതിയിൽ. ലാസ്റ്റത്തെ ഡിജിറ്റിൽ എന്ത് മാത്രമേ പറ്റൂ? 1 ഇൻറ്റു. ഇനി ബാക്കി വരുന്നത് 1 2 3 4 5. അപ്പം ഇവിടെയുള്ള 6 എന്തായി മാറി? 5ആയി മാറി. എന്നോ? n എന്ന് പറയുന്നത് ഇതാ ഇവിടെ 5. ഇവിടെ 5 പോയാൽ ബാക്കി എത്രയുണ്ട്? 1 2 3 4 5. ഓക്കെ, സോ എന്നും എന്തായി മാറി? 5ആയി മാറി. ഓക്കെ, ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഫസ്റ്റ് എന്നുള്ളത് ഇവിടെ ലാസ്റ്റ് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ 5 NPR. സോ NPR വരും. 5P5 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ആണ്. 5 ഫാക്ടോറിയൽ ചെയ്യാം. സോ 1 × 5 ഫാക്ടോറിയൽ കിട്ടും. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 120 ആണ്. സോ 120. അപ്പോൾ ഡിവിസിബിൾ ബൈ 5 എത്രയുണ്ട്? 120. ടോട്ടൽ എത്രയുണ്ട്? 720. അതിൽ നിന്ന് ഡിവിസിബിൾ ബൈ 5 120 ആണെങ്കിൽ ബാക്കി, അപ്പോൾ ഇവിടെ എഴുതുക നോട്ട് ഡിവിസിബിൾ ബൈ 5 ഇസ് ഈക്വൽ ടു ടോട്ടൽ മൈനസ് ഡിവിസിബിൾ ബൈ 5. സോ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ 600. ഈ 600 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ഒന്നുകൂടെ ഇനി ഈ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ എനിക്കറിയുന്നില്ല കേട്ടോ. ഇതെന്താ ഇതിനായിട്ട് FLR കിട്ടിയെന്നൊന്നും എനിക്കറിയുന്നില്ല. സോ എനിക്ക് വേറെ ടെക്സ്റ്റും റെഫർ ചെയ്യാനുള്ള ടൈമും ഇല്ല. നമുക്ക് രണ്ടാക്കും ടൈമില്ല. നിങ്ങൾക്കും ടൈമില്ല, എനിക്കും ടൈമില്ല. ഇതെവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ I'm skipping it. In how many ways can 10 examination paper arranged so that 2 particular paper may come together? എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ 10 സബ്ജക്റ്റിൻ്റെ പേര് ഓർമ്മിക്കാം. ഓക്കെ, അതിൽ മാത്സും ഹിന്ദിയും. ഈ മാത്സും ഹിന്ദിയും ഒരുമിച്ച് വരണം പോലും. 10 പേപ്പർ ഇങ്ങനെ അട്ടിക്ക് വെക്കുമ്പോൾ മാത്സും ഹിന്ദിയും ഒരുമിച്ച് വരണം. അങ്ങനെ എത്ര കോമ്പിനേഷനിൽ എത്ര അറേഞ്ച്മെൻറ്റ്, ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ 10 പേപ്പറാണ്. സോ ദാറ്റ് 2 particular paper may come together. സോ 10 പേപ്പേഴ്സാണ്. ബട്ട് ഇത് 2 എണ്ണം ഒരുമിച്ച് വരണം. അപ്പം നിങ്ങൾ 10 എടുക്കുന്നതിന് പകരം 9 എടുക്കുക. എന്തിനാണ് 9 എടുക്കുന്നത്? അപ്പോൾ ഇത് രണ്ടും മാത്സ് ഹിന്ദി ഒരുമിച്ച് ആഡ് ചെയ്യുക. അങ്ങനെ ഇത് 1. അപ്പോൾ ബാക്കിയുള്ള 8 പേപ്പർ പ്ലസ് ഇത് രണ്ടും ഒരുമിച്ചുള്ള ഒരു പേപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്താക്കുക? 9 ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ 9 പേപ്പർ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 9C9. എത്രയാണെന്ന് പറയുന്നില്ല. അപ്പോൾ 9C9 ദാറ്റ് ഈസ് 9 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ എത്രയാണോ അത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം മാത്സ് ഹിന്ദി ഇങ്ങനെ വെക്കാം, അല്ലെങ്കിലോ ഹിന്ദി മാത്സ് ഇങ്ങനെ വെച്ചൂടെ. ഒന്നിക്കുക മാത്സ് മുകളിൽ ഹിന്ദി താഴെ, അല്ലെങ്കിൽ ഹിന്ദി മുകളിൽ മാത്സ് താഴെ. അങ്ങനെ ഇത് 2 രീതിയിൽ ഇതും നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. 9 ഫാക്ടോറിയൽ കാണാം. 9 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 9 × 2 × 1 ഇത് ചെയ്യാം. 36 ഇത് കിട്ടും. ഇതിനെ × 2 ഏത്? ഈ ലാസ്റ്റത്തെ 2 പേപ്പർ എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും? 2. സോ × 2 72570 ആയിരിക്കും ആൻസർ. 72570. മനസ്സിലായെന്ന് വിചാരിക്കുന്ന. ആദ്യം മൊത്തത്തിൽ 9 ആയിട്ട് കാണിച്ചിട്ടോ അതെത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അത് 9 ഫാക്ടോറിയൽ 9C9. പിന്നെ വരുന്നത് ഹിന്ദി ആദ്യം വരാം, മലയാളം മാത്സ് അതിൻ്റെ അടിയിൽ വരാം. അതിനെ മാത്സ് മുകളിൽ വരാം, ഹിന്ദി താഴെ വരാം. ഇത് മാത്സോ മലയാളമോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ഇത് രണ്ടും 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. സോ അത് നോക്കുക. ഫാമിലിയിൽ 4 ബ്രദറും 4 സിസ്റ്റർ ഉണ്ട്. ഒരു ഫോട്ടോഗ്രാഫിയിൽ ഇങ്ങനെ ഒരു റോല് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം. ഹൗ മെനി വേസ് ക്യാൻ ബി സീറ്റഡ് ഇഫ് ഓൾ ദ സിസ്റ്റേഴ്സ് ടു സിറ്റ് ടുഗെദർ? ഓക്കെ, ഒരു ഫാമിലിയിൽ 4 ബ്രദറും 3 സിസ്റ്ററും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കണം എന്ന് വെച്ചോ. ഈ ഫോട്ടോ എടുക്കുമ്പോൾ റോല് നിർത്തി ഇങ്ങനെ 1 2 3 1 2 3 4 5 6 7 പേര് അല്ലേ? 4 ബ്രദറും. പ്രത്യേകത 3 സിസ്റ്റേഴ്സ് ഒരുമിച്ച് നിൽക്കണം. 3 സിസ്റ്റേഴ്സ് ഒരുമിച്ച് ഉണ്ടായിരിക്കണം. അപ്പം എങ്ങനെ വരും? ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 7 ആണ്. പക്ഷേ 7 എടുക്കരുത്. ഈ 3 എന്നുള്ളത് എന്താക്കി എടുക്കണം? 1 ആക്കി എടുക്കണം. 3 സിസ്റ്റേഴ്സിനെ 1 ആക്കി എടുക്കാം. 4 ബ്രദർ പ്ലസ് 1. അപ്പോൾ ഇവിടെ എത്രയാവും? 5. ബിക്കോസ് ഇവർ 3 ഒരുമിച്ച് വരണം. 3 സിസ്റ്റേഴ്സ് ഒരുമിച്ച് വരണം. അപ്പോൾ അതിനെ 1 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. 2 പേപ്പർ ഒരുമിച്ച് വരണം. അപ്പോൾ 1 ആയിട്ട് ട്രീറ്റ് ചെയ്ത് 8 + 1 9 കിട്ടി. ഇത് അവിടെ അതുപോലെ തന്നെ ബ്രദർ 4 പ്ലസ് സിസ്റ്റേഴ്സിനെ എല്ലാം കൂടി 1 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ 5. അപ്പോൾ ഇത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5P5. ഓക്കെ, ഇൻറ്റു 3 സിസ്റ്റേഴ്സിനെ എങ്ങനെയല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റും?
ആദ്യം ഒരു സിസ്റ്റർ അല്ലേ, 3 സിസ്റ്ററിനെ എങ്ങനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അടുത്തത് നോക്കോ. 3 സിസ്റ്റേഴ്സിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3 സോ ഇൻറ്റു 3p3 വരും. ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അതിൻ്റെ ആൻസർ ആയിരിക്കും ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 3 സിസ്റ്റേഴ്സിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ 3p3 അല്ലേ. നമുക്കറിയാതെ നമ്മളിവിടെ രാജേഷിൻ്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ, രാജേഷിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ രാജേഷ് എന്ന് പറയുന്നതിൽ എത്ര വേർഡ്സ്? 6p6 ആണ് അല്ലേ. അതേപോലെ തന്നെ 3 സിസ്റ്റേഴ്സിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3p3. ഇവിടെ 2 പേപ്പേഴ്സിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2p2 എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ 2 ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ 2 എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ 3 ആണ്. അപ്പോൾ 3 സിസ്റ്റേഴ്സിന് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3p3. സോ 3 ഫാക്ടോറിയൽ. സോ 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. ഐ ഡോണ്ട് നോ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ. എടുപ്പിടി ഭയങ്കര സ്പീഡിൽ എടുക്കുന്നതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് അതിലുണ്ട്.